പോത്തുപാറ പട്ടികവർഗ ഉന്നതിയിലെ 24 കുടുംബങ്ങളുടെ ഭവന നിർമ്മാണോദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ജില്ലയിലെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആനക്കയം നിവാസികളെ 2018-ലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി 24 കുടുംബങ്ങൾക്ക് പോത്തുപാറയിൽ കൈവശരേഖ നൽകിയിരുന്നു. ഇവർക്ക് PM ജന്മൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഭവനത്തിന്റെ ഉദ്ഘാടനം ഊരുമുപ്പൻ ചന്ദ്രന്റെ വീടിന്റെ തറക്കല്ലിട്ടുകൊണ്ടാണ് ജില്ലാ കളക്ടർ നിർവഹിച്ചത്. വനാവകാശ നിയമപ്രകാരം ഇപ്പോൾ താമസിക്കുന്ന ഭൂമിക്ക് അവകാശം ലഭിക്കുന്നതിനുള്ള സംസ്ഥാന തലത്തിൽ നിന്നും അംഗീകാരം ലഭ്യമായ ഉടൻ തന്നെ കൈവശാവകാശ രേഖയും വീട് വയ്ക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കുകയുമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സോമിനി മണിലാൽ, വാർഡംഗം അഷിത, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, ഷോളയാർ റേഞ്ച് ഓഫീസർ സൂരജ്, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടർ അഭിജിത്ത്, ചാലക്കുടി തഹസിൽദാർ ജേക്കബ്, ഫിലോകാലിയ ഡയറക്ടർ മരിയോ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഭവന നിർമ്മാണത്തിനോടനുബന്ധിച്ച് പട്ടികവർഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ നിന്നും 24 കുടുംബങ്ങൾക്കും കുടിൽ കെട്ടുന്നതിനായുള്ള ടാർപോളിൻ ഷീറ്റുകളുടെ വിതരണവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. 4 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. തൊട്ട് വീട്ടിൽ കയറുന്നവരെ നിങ്ങൾ തന്നെ നിന്നിട്ട് ഷോർട്ട് ടൈമിലാണ് ഇത്രയും പ്രോസസ്സ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ അദാലത്തിൽ ബഹുമാന